എന്റെ ഒപിയിൽ വന്ന് ഒരു 32 വയസ്സായ ചെറുപ്പക്കാരന്റെ കാര്യമാണ്. ആൾക്ക് ഷുഗർ തുടങ്ങിയിട്ട് 2 വർഷമായി. ഒരു രീതിയിൽ കൺട്രോൾ ഇല്ല. ഭാര്യയ്ക്ക് ഇത് കണ്ട് പേടിയായിട്ട് കൂട്ടിക്കൊണ്ടു വന്നാണ്. നോക്കിയപ്പം HbA1c 3 മാസത്തെ ഷുഗറിന്റെ ആവറേജ് 10.5, വളരെ കൂടുതലാണ്. അൺകൺട്രോൾഡ് ആയ ഷുഗർ, പ്രായം വളരെ ചെറുപ്പം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിനെ ഇത്രയും നിസ്സാരമായിട്ട് കരുതുന്നതെന്ന് ചോദിച്ചപ്പം എന്നോട് പറയാം, ഡോക്ടർ ഷുഗർ ഉണ്ടെന്ന് നിങ്ങളല്ലേ പറയുന്നത്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ നല്ല അടിച്ചു പൊളിക്കുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, എനിക്കൊരു ലക്ഷണവും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും മരുന്നും ഒക്കെ എടുത്ത് വെറുതെ മെനക്കെടുന്നതെന്ന്. ഇത് ഈ ഒരു പേഷ്യന്റ് മാത്രമല്ല, ഒരുപാട് ചെറുപ്പക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ലക്ഷണം ഇല്ല, അതുകൊണ്ട് എനിക്ക് നിയന്ത്രണവും വേണ്ട, മരുന്നും വേണ്ട. ഇതൊരു വളരെ തെറ്റായ ഒരു ഇതാണ്. കാര്യം എന്താ വെച്ചാൽ ഷുഗറിന് ലക്ഷണങ്ങളൊന്നും കാണില്ല, സൈലന്റ് ആയിരിക്കണം വില്ലന. ഈ ലക്ഷണങ്ങൾ എപ്പോഴാ വരുന്നതെന്ന് അറിയോ? ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഡയാലിസിസിൽ എത്തുന്നു, സ്ട്രോക്ക് വരുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, കാല് മുറിച്ചു കളയേണ്ട രീതിയിൽ രക്തയോട്ടം കുറയുന്നു. അങ്ങനെ വളരെ ഭവിഷ്യത്തുകളായിട്ടാണ് ഇത് പുറത്ത് ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷുഗർ തുടങ്ങി ആദ്യത്തെ കുറച്ച് വർഷം നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. ആദ്യ കാലങ്ങളിലുള്ള കൺട്രോൾ ശരീരം ഓർത്തുവെക്കും. അതിന് മെറ്റബോളിക് മെമ്മറി എന്ന് പറയും. ഈ ആദ്യത്തെ കുറച്ച് വർഷം കഴിഞ്ഞ് കൺട്രോൾ പോയാലും സാരല്ല, ഈ ആദ്യത്തെ കൺട്രോൾ ശരീരം ഓർത്തുവെച്ച് ഭാവിയിൽ കോംപ്ലിക്കേഷൻ വരാതെ നോക്കും. അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവര് ആദ്യത്തെ കാലഘട്ടം വെറുതെ കളയരുത്. ഗോൾഡൻ പീരീഡ് ആണ്. HbA1c 7 താഴെ വെക്കണം.